സംസ്ഥാനത്ത് വോട്ടെണ്ണലിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി 140 മണ്ഡലങ്ങൾക്കായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVM-കൾ എണ്ണും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ? അനുജ, തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗ്യൂൽ കേർക്കൽ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിനായി 140 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 43 സ്ഥലങ്ങളിലായിട്ടാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ആകെയുള്ളത്. ഒരു ജില്ലയിൽ പരമാവധി 2 കേന്ദ്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ വോട്ടെണ്ണലിന്റെ നടത്തിപ്പിനായി 15,685 ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുക. പോസ്റ്റൽ ബാലറ്റുകൾ 500 എന്ന നിലയ്ക്ക്, അതായത് ഒരു പോസ്റ്റൽ ബാലറ്റ് 500 എണ്ണത്തിന് ഒരാളെന്ന ക്രമത്തിലാണ് ഒരു ടേബിൾ എന്ന നിലയിലാണ് ഈ പോളിംഗ് ബൂത്ത് കൗണ്ടിംഗ് കേന്ദ്രത്തിൽ ഇത് ക്രമീകരണം ഉണ്ടാക്കുക. അതിനുശേഷമായിരിക്കും ഈ EVM-കൾ എണ്ണാൻ പോകുന്നത്. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVM-കളാണ് എണ്ണുന്നത്. അതായത് ഒരു ബൂത്തിൽ ഒരു EVM എന്ന നിലയ്ക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഒരൊറ്റ സമയത്ത് 14 വോട്ടിംഗ് മെഷീനുകളെ വോട്ടാണ് എണ്ണുന്നത്. കൃത്യതയ്ക്ക് വേണ്ടി ഓരോ 2 റൗണ്ടിലെയും 2 EVM ഈ നിരീക്ഷകരായ എത്തുന്ന ഉദ്യോഗസ്ഥർ ഒരു റാൻഡമായി എണ്ണും. ഒപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലെയും 5 ബൂത്തുകളിലെ വീതം VVPAT-കളും എണ്ണും. അതായത് ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും 5 വീതം ബൂത്തുകളിലെ VVPAT-കൾ കൂടി എണ്ണുന്നത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുമുള്ള ആക്ഷേപങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.